ഹായ്, നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം എല്ലാവർക്കും. ഇന്ന് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 52 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ബോട്ടുകളെല്ലാം കടലിലിറക്കുന്ന ദിവസമാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് 1-ാം തീയതി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നേക്കണത്. പുറകെ കാണുന്നത് ബോട്ടുകളൊക്കെ റെഡി ആവുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസ്, ഡീസൽ, വലയുടെ പണിയെല്ലാം തീർത്തിട്ട് അവർ ഓരോന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന ഇതാണ് കാണുന്നത്. ഇതിങ്ങനെ നിരത്തി കെട്ടിയേക്കണത് ആ കാണുന്നത് ഐസ് പ്ലാന്റ് ആണ് കേട്ടോ. ഐസ് അടിക്കാൻ വേണ്ടിയിട്ട് ഓരോ ബോട്ട് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് അതിൻ്റെ ഇങ്ങനെ നീക്കി കെട്ടിയേക്കണ ഓരോന്ന് ഫില്ലാവണ അനുസരിച്ച് അടുത്ത ബോട്ട് ഇങ്ങനെ ക്യൂവിലാണ് അങ്ങനെ പറയാം. ആ ബോട്ടുകൾ ക്യൂവിലാണെന്ന് പറയാം. അതേ ഒരു ചെറിയ വഞ്ചി പറഞ്ഞ മണ്ണാണ് കേട്ടോ. ഇന്നത്തെ കാഴ്ചയിൽ ഈ വഞ്ചിയൊന്നുമല്ല. അപ്പോൾ അതേ നമ്മളിവിടെ 2 ആൾക്കാരുണ്ട് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, ഇവാൻഷിയും ഇവേ. ആ പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ, അതായത് അപ്പുറം പള്ളിപ്പുറം ആ സൈഡ് നേരെ ഇങ്ങനെ ബോട്ടുകൾ ഇഷ്ടം പോലെ ഇങ്ങനെ അറ്റം വരെയും കിടക്കുകയാണ്. അറ്റത്ത് കാണുന്നതാണ് കുഞ്ഞിത്തൈ, ഇപ്പുറം ചെട്ടിക്കാട്. ഈ സൈഡോട്ട് പോണത് ചെട്ടിക്കാട്, ഇത് ചെട്ടിക്കാട് ഭാഗമാണ്. പിന്നെ അങ്ങാടെ അപ്പുറത്തോട്ട് സൈഡിൽ ഇതേമാതിരി തന്നെ അറ്റത്തോട്ട് പോകുന്നുണ്ട്, അത് നേരെ കുഞ്ഞിത്തൈ. അവിടെ നിന്നൊക്കെ ഓരോ ബോട്ടുകൾ ഇങ്ങനെ വന്നുണ്ട് കണ്ട. ഓരോരുത്തരിങ്ങനെ ഗ്യാപ്പ് കിട്ടാൻ അനുസരിച്ചിട്ടൊക്കെ ഐസ് അടിക്കാനായിട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ലാസ്റ്റ് വർക്കിലേക്ക് ഫിനിഷിങ് വർക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ ഫിനിഷിങ് വർക്കിലേക്കൊക്കെ ഇങ്ങനെ എല്ലാവരും വന്നുകൊണ്ടിരിക്കേണ്ട ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. ആ ബോട്ടൊക്കെ പോകണ നോക്കിയപ്പോൾ വെള്ളം തള്ളാണ്ട് കഴിഞ്ഞാൽ മറ്റേ ഡാം തുറന്ന് തള്ളി പോണ പോലെയാണ്. എൻ്റെ പൊന്നോ, കപ്പലാണ് കപ്പലേ, ചിന്തിക്കാൻ പറ്റുമോ? പൊളി സംഭവം ഉണ്ടത്. പക്ഷെ എല്ലാവർക്കും പണി കിട്ടണം കേട്ടോ. പണി കിട്ടിയില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ലക്ഷങ്ങൾ മുടക്കണം ഒരു ട്രിപ്പ് പോകണത് എല്ലാവരും. അപ്പോൾ ഈ മഴയൊക്കെ ഇങ്ങനെ നിന്നതിൻ്റെ പേരിൽ, നല്ല രീതിയിൽ മഴ കിട്ടിയേക്കണതിൻ്റെ പേരിൽ എല്ലാവരും വിചാരിക്കണത് നല്ല പണി കിട്ടുമെന്ന് തന്നെയാണ്. അതേമാതിരി തന്നെ കിട്ടാൻ എല്ലാവരും കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ബോട്ടുകളൊക്കെ എല്ലാം റെഡി ആയിട്ട് നിൽക്കണേ കേട്ടോ. നോക്കിയേ എന്ത് രസമാണ് നോക്കിയാൽ, എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറായിട്ടൊക്കെയാണ്. അപ്പോൾ ഇത് ഞാൻ ഈ ബോട്ടിൻ്റെ ഉൾവശം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇവിടെ അടുത്ത് തന്നെ ബോട്ട്, ആ വലിയ കൂട്ടം ബോട്ടുകളാണ്ടായി കാണാം. ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് പിടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് കാണാം തൊട്ടടുത്തായിട്ട്. അതിൽ കയറാട്ടാ, കുഴപ്പമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും കയറണതിനെ അടുപ്പിച്ചിട്ടാണ് ബോട്ടാണെന്നുണ്ടെങ്കിൽ ആരും കയറ്റും, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവർക്ക് നല്ല പണിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. കണ്ട എല്ലാവരും വളരെ സന്തോഷത്തിലാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ മാലിയങ്കര ഉണ്ടോ, മാലിയങ്കര സൈഡാണ് ഈ ബോട്ടൊക്കെ ഇങ്ങനെ കെട്ടിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച അവിടെ നിന്ന് സത്താർ ഐലൻഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന പുഴ വളഞ്ഞ് മാലിയങ്കര കൂടി ഇങ്ങനെ വന്നിട്ടുണ്ടോ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പുറത്തോട്ട് കുഞ്ഞിത്തൈ സൈഡുണ്ട്, ഈ പാലത്തിൻ്റെ അപ്പുറത്തോട്ട് പോണ പള്ളിപ്പുറം കുഞ്ഞിത്തൈയൊക്കെയാണ് അപ്പുറത്തോട്ട്. നേരെ അപ്പുറം കാണുന്നതാണ് നമ്മുടെ മൊനമ്പം, പള്ളിപ്പുറം മൊനമ്പോണി കാണണം കേട്ടോ. ഇങ്ങനെ ഈ അറ്റത്ത് നിന്ന് എണ്ണിയാ തീരാത്ത അത്രയും ബോട്ട് അങ്ങറ്റം വരെ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. കണ്ട ഇത് പാലത്തമ്മയിൽ നിന്നിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. അതായത് ഈ അറ്റത്താണ്, ഇവിടെയാണ് തുടങ്ങണത്. ഇതേ ഒരു ബോട്ട് പോകണണ്ട. ഇവര് ഐസ് അടിക്കാനോ ഡീസൽ അടിക്കാനോ ഒക്കെ ആയിട്ട് പോണേക്കോളൂ. എല്ലാവരും പരമാവധി ആൾക്കാർ വേഗം ഒക്കെ അടിച്ച് റെഡിയാക്കി ഇടും. കാരണം ഒരു 90% ബോട്ട് ഇന്ന് തന്നെ ഇറങ്ങും 12 മണിയാകുമ്പോഴേക്കും. ഒരു 10% ബോട്ടെ പിന്നെ എന്തെങ്കിലും പണി, ചെറിയ മെയിൻ്റനൻസ് പോകാൻ നേരം ആകുമ്പോഴേക്ക് എന്തെങ്കിലും പണികളൊക്കെ ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുള്ളൂ. ബാക്കി എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കോട്ടാ. കപ്പലാണ് കപ്പൽ, ബോട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അമ്മാതിരി സംഭവമാണത്. അതിവിടെ വന്ന് നിന്ന് കാണണം. ഈ ക്യാമറ കൂടി എന്തോരം കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ നമുക്ക് അടുത്ത് വന്ന് നിന്ന് കാണുമ്പോഴാണ് ഈ ബോട്ടിൻ്റെയൊക്കെ വലിപ്പം നമുക്ക് മനസ്സിലാവുന്നത്. കൂറ്റനാണ് കൂറ്റൻ. ഈ ബോട്ടൊക്കെ എങ്ങനെ പോയാലും ഈ ചെറിയ ഓളത്തിനൊന്നും അനങ്ങുന്നില്ല.
ഇപ്പോൾ വെക്കണ ബോട്ടുകളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പലിൻ്റെ അത്രയുള്ള സാധനങ്ങളാണ് എല്ലാം. ആഘോഷങ്ങളാണ് ആഘോഷങ്ങൾ. വലിയ കിട്ടണില്ല ഇതല്ലേ. അപ്പൊ നമ്മ പ്രതീക്ഷിച്ചു നിന്ന സമയം എത്തിക്കഴിഞ്ഞിട്ടാ ബോട്ടൊക്കെ അതേ പോകാൻ പോണ്. ഓരോന്നേ പതുക്കെ പതുക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പോണേണത് ഒരു വെടിക്കെട്ടൊന്നും കേട്ടില്ല. അതേ ഫസ്റ്റ് ബോട്ട് പോവാണ്. ഏത് ബോട്ടാണത്? ഫസ്റ്റ് ഇറങ്ങണ അഭിനവ് അല്ലേ? അതന്നെ അതന്നെ അഭിനവാണ്. അഭിനവാണ് ആദ്യം ഇറങ്ങണത്. പോകാനുണ്ട്, കത്തണില്ലേ? ഇതിഞ്ഞിവിടുന്ന് ഇറങ്ങിപ്പോയാലേ കത്തോളാ. പോകേ ഓട്ടമുണ്ട്. ഇന്ത്യക്കാരനാണെന്നാണ് തീ കൊടുത്തത്. കത്തണില്ല. ഫ്രണ്ടിൽ വെച്ചേക്കാണെന്ന് തോന്നല്ലേ. മറ്റേ സാധനം വെക്കാൻ പറ്റില്ലേ? അത് വെച്ച് ചിലപ്പോ ഡീസലൊക്കെ ഉള്ളതല്ലേ, കത്ത് പിടിച്ച പണിയാ പോയി. ഡീസലുള്ളതല്ലേ ഇതേ വെക്കാൻ പറ്റുള്ളതല്ലേ? ഇത് പറ്റുള്ളൂ. ഇന്നലെ നമ്മൾ നിറഞ്ഞു കണ്ട കംപ്ലീറ്റ് ബോട്ടും പോയി കിടക്കേണ്ട കടവ് കംപ്ലീറ്റ് കാര്യമാണ്. അല്ല എന്താണെന്നൊക്കെ ഒറ്റ ബോട്ടില്ല, കംപ്ലീറ്റ് കാര്യം. കുറച്ച് ബോട്ടുണ്ട്, ഒരു നിസ്സാരം ബോട്ട് പണി എന്തെങ്കിലുമൊക്കെ തീർക്കാനുണ്ടാവും, അതിൻ്റെ കുറച്ച് ബോട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഒന്നുമില്ല, കാണുന്ന ബോട്ട് മാത്രമേ ഉള്ളൂ. എല്ലാ ബോട്ടും പണിയൊക്കെ പിടിച്ച് ഉഷാറായി വരട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കണോട്ടാ. അതേപോലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇവിടെ